നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തെ പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 2026 ജനുവരി മാസത്തെ പൂയം നക്ഷത്രക്കാരുടെ ജീവിതഗതിയെക്കുറിച്ചും ആകാശമണ്ഡലങ്ങളിലെ ഗ്രഹചലനങ്ങൾ ഈ നക്ഷത്ര ജാതകരിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമുള്ള സമഗ്രമായൊരു വിശകലനമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ തുടക്കമെന്ന നിലയിൽ ജനുവരി മാസം കേവലം ഒരു മാസമല്ല, മറിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളിൽ നിന്നും ഒരു പ്രധാന വിടുതൽ കൂടിയാണ്. ശനി, വ്യാഴം, രാഹു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും അവ തൊഴിൽ, കുടുംബം, ആരോഗ്യം, സമ്പത്ത് എന്നീ മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങളുമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. 2026 ജനുവരി മാസം പൂയം നക്ഷത്രക്കാർക്കൊരു നവയുഗത്തിന്റെ തുടക്കമാണെന്ന് പറയാം. കർക്കിടകൻ രാശിയിലെ ഏറ്റവും സുപ്രധാനമായ നക്ഷത്രമാണ് പൂയം. ശനിയുടെ ഭരണത്തിന് കീഴിലുള്ള ഈ നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ്. ഈ വൈരുദ്ധ്യം തന്നെ പൂയം നക്ഷത്രക്കാരെ അച്ചടക്കമുള്ളവരും വിവേകശാലികളുമാക്കി മാറ്റുന്നു. കഴിഞ്ഞ 2.5 വർഷമായി ഇവർ അനുഭവിച്ചിരുന്ന അഷ്ടമശനി എന്ന കഠിനമായ അവസ്ഥയിൽ നിന്ന് 2026 പൂർണ്ണമായ മുക്തരാകുകയാണ്. അതെ, ശനി ഇപ്പോൾ മീനൻ രാശിയിൽ, അതായത് പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും ജനുവരി മാസത്തിൽ പ്രകടമാകുന്നത് നോക്കുമ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് പൂയം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസമാണെന്ന് പറയാം. 2026 ജനുവരി മാസത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടും. എന്നാൽ ജനുവരി മാസത്തിന്റെ 2 ഘട്ടങ്ങളായി തിരിക്കേണ്ടതുണ്ട്. ജനുവരി 20 വരെയുള്ള ആദ്യ പകുതിയും അതിനുശേഷമുള്ള 2ാം പകുതിയും. ആദ്യ പകുതിയിൽ പഴയ ചില ഗ്രഹ സമ്മർദ്ദങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും ജനുവരി 16 ചൊവ്വ മകരത്തിലേക്ക് മാറുന്നതോടെ രുചക യോഗം എന്ന വലിയൊരു ഭാഗ്യം അവർക്ക് കൈവരുന്നു. ബുധൻ, ശുക്രൻ എന്നിവ ധനുവിൽ നിന്ന് മകരത്തിലേക്ക് മാറുന്നതോടെ ആശയവിനിമയം, പ്രായോഗിക തീരുമാനങ്ങൾ എന്നിവയിൽ വ്യക്തത വരുത്തുന്നു. ദാമ്പത്യ സുഖവും ആഡംബര വസ്തുക്കളുടെ ലബ്ധിക്കും സ്വാധീനമുണ്ടാക്കുന്നു. ജനുവരി ആദ്യവാരം ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയാണ്. പലപ്പോഴും ആഗ്രഹിച്ച അംഗീകാരം ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഇവരിൽ ഉണ്ടാവാം. എന്നാൽ ഇത് ശനിയുടെ ഒരു പരീക്ഷണമാണ്. ജനുവരി 20 ശേഷം തൊഴിൽ മേഖലയിലെ സമ്മർദ്ദം കുറയും. ചൊവ്വ ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ ഭരണപരമായ കഴിവുകളും വർദ്ധിക്കും. ഉദ്യോഗ കയറ്റത്തിനോ ശമ്പള വർധനവിനോ കാത്തിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായി പറയുന്നു. അഷ്ടമരാഹുവിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും ശനി 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ദീർഘകാല പദ്ധതികൾക്ക് ഗുണകരമാണ്. ജനുവരി 25, 26, 27 തീയതികളിൽ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാനോ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കാനോ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഈ കാലയളവ് വലിയ സാധ്യത തുറന്നു നൽകുന്നു. ജനുവരി 1 മുതൽ 15 ജോലിഭാരം വർദ്ധിക്കും. ക്ഷമ പാലിക്കുക. മേലുദ്യോഗസ്ഥരുമായി തർക്കം ഒഴിവാക്കുക. ജനുവരി 16, 31 വിജയ കാലഘട്ടമാണ്. പുതിയ പദ്ധതികൾ നടപ്പാക്കുക. ടീം വർക്ക് മെച്ചപ്പെടുത്തുക. ജനുവരി 2, 3, 30 അശുഭ ദിവസങ്ങളാണ്. പ്രധാന തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കുക. ജനുവരി 25, 26, 27 അതിശുഭ ദിനങ്ങളാണ്. ഇന്റർവ്യൂ, ബിസിനസ് കരാറുകൾ, വിദേശ യാത്രകൾ എന്നിവ ഗുണകരമാണ്. സാമ്പത്തികമായി ഇതൊരു സമ്മിശ്ര മാസമാണെന്ന് പറയാം. വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആത്മീയ യാത്രകൾക്കോ ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവാക്കാം. എങ്കിലും കുടുംബത്തിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ അപ്രതീക്ഷിതമായി പണം ലഭിക്കാനും സാധ്യത പറയുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി 14 ശേഷമുള്ള സമയം വളരെ മികച്ചതായി പറയുന്നു. സ്വർണം വാങ്ങാനോ പുണ്യകർമ്മങ്ങൾ നടത്തുന്നതിന് പൂയം നക്ഷത്രക്കാർ ജനുവരി 3, 4 തീയതികൾ ഉപയോഗപ്പെടുത്താം. അഷ്ടമരാഹു ഉള്ളതിനാൽ ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. ജനുവരി 13 ശേഷം ശുക്രൻ മകരത്തിലേക്ക് മാറുന്നത് പൂയം നക്ഷത്രക്കാരുടെ 7ാം ഭാവത്തെ സ്വാധീനിക്കും. ഇത് പങ്കാളിയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും. പഴയ തെറ്റിദ്ധാരണകൾ മാറും. കുടുംബത്തിൽ സന്തോഷം തിരിച്ചെത്തുകയും ചെയ്യും. ജനുവരി 19 ദമ്പതികൾക്ക് അവിസ്മരണീയമായ നിമിഷങ്ങളും പ്രതീക്ഷിക്കാം. കുട്ടികൾക്ക് പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. വ്യാഴത്തിന്റെ സ്വാധീനം കുട്ടികളുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും പോസിറ്റീവായ മാറ്റങ്ങളും വരുത്തും. ജനുവരി 13, 14, 15 തീയതികൾ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമാണ്. വിവാഹാലോചനകൾ നടത്തുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും സാധിക്കും. അഷ്ടമരാഹുവിന്റെ സ്വാധീനം മാനസികമായ ഉത്കണ്ഠയ്ക്ക് കാരണമാകാം. ഉദരസംബന്ധമായ അസുഖങ്ങളോ ദഹനപ്രശ്നങ്ങളോ വരാനും സാധ്യതയുണ്ട്. ജനുവരി 16, 17 തീയതികളിൽ ആഹാരകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. യോഗയും ധ്യാനവും ശീലിക്കുന്നത് വഴി മാനസിക സമ്മർദ്ദത്തെ മറികടക്കാൻ സാധിക്കും. പൂയം നക്ഷത്രം ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായ നക്ഷത്രമാണ്. ജനുവരി 14 മകരവിളക്ക് ദർശനം പൂയം നക്ഷത്രക്കാർക്ക് മാനസികമായ ശാന്തി നൽകും. തൈപ്പൂയം വരുന്ന ദിവസം സുബ്രഹ്മണ്യ സ്വാമി ഭജനം ശീലിക്കുന്നത് ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജനുവരി 3 തിരുവാതിര ശിവക്ഷേത്ര ദർശനം ആരോഗ്യത്തിന്റെ പ്രാർത്ഥനയ്ക്കാണ്. ജനുവരി 4 പുഷ്യ നക്ഷത്രം ദാനധർമ്മങ്ങൾ, സ്വർണപ്രാശനം, വിദ്യാരംഭം എന്നിവയാണ് അനുഷ്ഠിക്കേണ്ട കർമ്മം.
ജനുവരി 14 മകരവിളക്ക്, അയ്യപ്പ ദർശനം, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം. ജനുവരി 18 മാഘ അമാവാസി, പിതൃതർപ്പണം, മാനസിക സമാധാനത്തിന്റെ ജപം എന്നിവ അനുഷ്ഠിക്കുക. ജനുവരി 23 വസന്തപഞ്ചമി, വിദ്യാരംഭം, സരസ്വതി പൂജ എന്നിവയാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ശിവനെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുക എന്നതാണ്. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സർപ്പക്കാവുകളിൽ വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് രാഹുദോഷം അകറ്റാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. പൂയം നക്ഷത്രത്തിന്റെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്താൻ കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കി നീലയോ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. വ്യാഴാഴ്ചകളിൽ സാധുക്കൾക്ക് ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. ശനിക്ക് നീരാഞ്ജനം, ഹനുമാൻ ചാലിസ എന്നിവയാണ് പരിഹാരം. തടസ്സങ്ങൾ നീങ്ങാനും ഭാഗ്യ അനുഭവങ്ങൾക്കുമാണ്. രാഹു, സർപ്പസൂക്തം, ശിവപൂജ എന്നിവ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും, ഭയം നീങ്ങും. വ്യാഴത്തിന്റെ പരിഹാരം വിഷ്ണുപൂജ, ദാനധർമ്മങ്ങൾ എന്നിവയാണ്. സാമ്പത്തിക ബാധ്യതകൾ കുറയും. ചൊവ്വ 7ാം ഭാവത്തിലാണ്. സുബ്രഹ്മണ്യ ഭജനം, ദാമ്പത്യ സുഖം, തൊഴിൽ എന്നിവയാണ് ഗുണഫലമായി കിട്ടുന്നത്.